ഇപ്പോൾ ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസവൻ ടെലിഫോണിലാണ്. ശ്രീ വി എൻ വാസവൻ, മിനിസ്റ്റർ, താങ്കൾ ഈ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഹൈക്കോടതി വിധിയിൽ ഇടപെട്ടിട്ടില്ല. തൽക്കാലം ഹൈക്കോടതി വിധി ഉണ്ടല്ലോ, അത് നിബന്ധനകളോടെയാണല്ലോ, അതുകൊണ്ട് ഇടപെടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. പ്രതികരണം എങ്ങനെയാണ് മിനിസ്റ്റർ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിലപാടുകൾ സ്വാഗതാർഹമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സംബന്ധിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് പൂർണ്ണമായി ആഗോള അയ്യപ്പ സംഗമം നടക്കുക. അതിനനുകൂലമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതെ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നടക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഗതാർഹമാണ്. ഇതിപ്പോൾ ഈ ഹൈക്കോടതിയും ഒപ്പം തന്നെ സുപ്രീം കോടതി വിഷയത്തിലൊരു അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ പരിപാടിയുടെ മുന്നോട്ട് പോക്കിനെ ഒരു വലിയ വിജയം എന്ന തരത്തിലേക്ക് കാണുന്നുണ്ടോ മിനിസ്റ്റർ? നിശ്ചയമായി ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെല്ലാം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. എന്റെ ഉദ്ദേശ കാര്യങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവും ബഹുമാനപ്പെട്ട കോടതികൾ ഈ കാര്യത്തിൽ നമുക്ക് അനുകൂലമായ നിലപാടുകൾ നിർദ്ദേശം തന്നിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ സുഗമമായി ഇതിന്റെ നടത്തിപ്പിന് സഹായകരമാണ്. വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. സുപ്രീം കോടതിയാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇടപെടാതെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇതിനോടകം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ, അത് നിബന്ധനകൾക്ക് അനുസരിച്ച് നടത്തണമെന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിൽ ഇടപെടൽ നടത്തേണ്ടത് ആവശ്യമില്ല എന്ന സുപ്രീം കോടതി നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു വിജയമാണ് എന്ന തരത്തിലേക്ക്, അതിന്റെ മുന്നോട്ട് പോക്കിനെ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്കാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയും ചൂണ്ടിക്കാട്ടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.